പതിറ്റാണ്ടുകളുടെ ക്രിക്കറ്റ് കാല ചരിത്രം പിന്നിട്ട് ഇന്ത്യയിലൊരു അത്ഭുത ബാലൻ പിറവിയെടുത്തു. വർഷം 14 പിന്നിട്ടവൻ രാജ്യത്തിനായി ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിയോഗം പോലെ തുടങ്ങി. പരിചയസമ്പത്തിന്റെ മേമ്പകിട്ടിന്റെ വീമ്പില്ലാതെ എതിർക്കോട്ടകൾ അവനു മുന്നിൽ വിറച്ചു. ഇനിയും എത്ര സിംഹാസനങ്ങൾ കാൽക്കീഴിലെന്ന് കണ്ടറിയണം അവനു മുന്നിൽ. വൈഭവ് എന്തൊരു മനുഷ്യനാണ്! കൃത്യതയും സൂക്ഷ്മതയും സമം ചേർത്ത് നൂലിഴ പോലെ ഭദ്രമാകേണ്ട വൈദഗ്ധ്യമാണ് ക്രിക്കറ്റിന്റെ സാമാന്യ തത്വം. എന്നാൽ എതിരാളികളെ അതിർത്തിക്കപ്പുറം സ്ഥാനം കൽപ്പിക്കുകയെന്നത് മാത്രമാണ് വൈഭവിന്റെ ക്രിക്കറ്റ് നിഘണ്ടുവിലെ ഏകവാക്യം. സിംബാബ്വേയിലെ ഹരാരെ മൈതാനം, അണ്ടർ 19 ലോകകപ്പിന്റെ അന്തിമ യുദ്ധം. ഫൈനലെങ്കിൽ ശ്രദ്ധയോടെ തുടങ്ങുന്ന ഏകദിന ഫോർമാറ്റിൽ അവനതും T20 മോഡാണ്. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പന്മാരുടെ വരുംകാല പോരാളികളെ അടിച്ചു തകർത്ത് ബീഹാറിൽ നിന്നുതിർന്ന അത്ഭുതം വീണ്ടും വിസ്മയങ്ങൾ നെയ്തു. പ്രതിരോധമെന്നത് പരിചിതമല്ലാത്ത വൈഭവിന്റെ ബാറ്റുകൾക്ക് ഇനിയും വിശ്രമമില്ല. ചരിത്രങ്ങൾ വരുംകാല പഴങ്കഥകൾ തീർക്കാൻ അവന്റെ പോരാട്ടമാണിത്. ഇംഗ്ലണ്ടിന്റെ കൗമാരപ്പടയെ അവൻ നിഷ്കരുണം തരിപ്പണമാക്കി. ആ സിക്സറുകൾ ഒരു കവിത പോലെ സുന്ദരമെന്ന് സിരകളെ ത്രസിപ്പിച്ച നിമിഷങ്ങൾ. സംഭവിക്കുന്നത് എന്തെന്നതിലേക്ക് ഇംഗ്ലണ്ടിനെത്താൻ സമയമെടുത്തു. വെറും 80 പന്തുകളിൽ ആ 175. അണ്ടർ 19 ഉയർന്ന മൂന്നാമത്തെ റെക്കോർഡ് ഉയർത്തി. കൂറ്റൻ സ്കോറുമായി ഫൈനൽ പോരിൽ ഇന്ത്യ സൂര്യവംശിയിലൂടെ ഉദിച്ചുയർന്നു. ഇരട്ട ശതകം ഞങ്ങളൊന്ന് മോഹിച്ചതാണ്. എന്നാൽ ആ 14കാരൻ അത് പിന്നിടുമെന്നതിൽ സംശയത്തിന്റെ നേർത്ത കണികയുടെ ആവശ്യമേയില്ല. അഭിഷേകിനൊപ്പം കുട്ടി ക്രിക്കറ്റിൽ അവൻ ബാറ്റെടുക്കുന്ന കാലം നമുക്ക് കാത്തിരിക്കാം. കാരണം ഇതുപോലൊരു അത്ഭുതത്തിന്റെ നേർക്കാഴ്ച ഈ ക്രിക്കറ്റ് ലോകത്തിന് പരിചിതമല്ലല്ലോ. എതിരാളിയുടെ വലിപ്പത്തിനപ്പുറം മനോധൈര്യത്തിൽ ബാറ്റുമായി ക്രിക്കറ്റ് ചരിത്രം മാറ്റിയെഴുതാൻ ഒരു 14കാരന്റെ ജൈത്രയാത്രയാണിത്.